ഇവിടെ കുറച്ച് മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. പഴുത്ത മാങ്ങയാണ്. പഴുത്ത മാങ്ങ ഒരു 5-6 എടുത്തിട്ട് അതിൻ്റെ തോലെല്ലാം കളഞ്ഞതിന് ശേഷം അതിനുള്ള പൾപ്പ് മാത്രം എടുത്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈൻ പേസ്റ്റായി തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഒഴിക്കുക. വെള്ളമൊന്നും ചേർക്കാതെ വേണം ഇത് അരച്ചെടുക്കാൻ. എന്നിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കുക. നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ശരിക്കും ഒരു കപ്പോളം തന്നെ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാങ്ങയുടെ മധുരം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂണോളം കോൺഫ്ലവറിൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് അതും കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പെട്ടെന്നൊന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ്. കൂടുതലായിട്ടൊന്നും കുറുകി കിട്ടേണ്ട കാര്യമില്ല. ഇതൊന്ന് ഈ ഒരു പാനിൽ നിന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് വിട്ട് വരുന്ന സമയത്ത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക്, നല്ലൊരു വലിയൊരു പാത്രത്തിലേക്ക് ബട്ടർ പേപ്പർ വിരിച്ച് നെയ്യും കൂടെ അപ്ലൈ ചെയ്തിട്ട് നമ്മളിതൊന്ന് കറക്റ്റ് ലെവൽ ചെയ്തതിന് ശേഷം വെയിലത്ത് വെച്ചിട്ട് ഒരു 5-6 ദിവസം വെയിലത്ത് വെക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും കേട്ടോ. നമ്മൾ കൂടുതൽ തിന്നായിട്ട് ഒഴിക്കാതെ കുറച്ച് തിക്കായി തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡ് ചുറ്റും ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിലും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് മാങ്ങാ തെരയാണ് കേട്ടോ. അതായത് മാങ്ങ ക്യാൻഡി എന്നൊക്കെ പറയും. ഇത് നല്ല ടേസ്റ്റാണ്. കുട്ടികളൊക്കെ ഒത്തിരി ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കുകയും ചെയ്യും. ഇത് ഒരുപാട് നാൾ നമുക്ക് സൂക്ഷിക്കാനും കേടുകൂടാതെ സൂക്ഷിക്കാനൊക്കെ നമുക്ക് സാധിക്കും കേട്ടോ. അപ്പോൾ മാങ്ങയുടെ സീസണാണ്. പച്ചമാങ്ങ യൂസ് ചെയ്തിട്ടും അതുപോലെ തന്നെ പഴുത്ത മാങ്ങ യൂസ് ചെയ്തിട്ടൊക്കെ നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോഴാണെങ്കിൽ നല്ല വെയിലും ഉണ്ട്. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്.